ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടാറ്റ പോവാണ് കേട്ടോ. രാവിലെ തിരക്കി പിടിച്ച് തിരക്കാണ്, ഫുൾ തിരക്കാണ്. എണീറ്റ് താമസിച്ച് പോയി. ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്ന വഴിക്ക് പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുളിങ്ങോടിൽ നിന്ന് ബസ് കയറി കേട്ടോ. നേരെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 6:30 ആയപ്പോൾ ഞങ്ങൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറേ നാളായി വിചാരിക്കുന്നു എങ്ങോട്ടേലൊക്കെ പോകണമെന്ന്. അപ്പം ഇപ്പോഴാണ് അതിനൊരു സമയം ഒത്തു വന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്രെയിൻ വരാനായിന്ന്. ട്രെയിൻ വന്നു, ഞങ്ങൾ ഓടിപ്പാഞ്ഞ് ട്രെയിനിൽ കയറി. ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. ഇപ്പം നമുക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടിയെങ്കിലും ഇവിടെ വേറൊരാളാണ് കേട്ടോ. നമ്മൾ 16ഉം 17ഉമാണ്. ഇത് 18ാമത്തെ സീറ്റാണ്. അത്യാവശ്യം ഇവിടെയല്ല, അത്യാവശ്യം വേറെ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇപ്പം ഇവിടുത്തെ ആൾ വരുന്നിടം വരെ തൽക്കാലം നമുക്ക് ഇവിടെ ഇരിക്കാം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ എത്തിയേ? നമ്മൾ എവിടെ എത്തി? പഴയങ്ങാടി എത്തിട്ടോ. ഞങ്ങൾ രാവിലെ 4 മണിക്ക് 3 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഇന്നലെ കിടന്നത്. പക്ഷെ ഞാൻ അലാറം ഒക്കെ വെച്ചിട്ട് കിടന്നു. പക്ഷെ രാവിലെ അലാറം ഒന്നും അടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ എണീറ്റപ്പോൾ 4:15. ഞാൻ എണീറ്റില്ല, അമ്മ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഓടി പിടിച്ച് ഞങ്ങൾ ബസ് കയറാൻ വന്നു. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴത്തേനും ട്രെയിൻ വരാനായിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി വെറുതെ ഒന്ന് ഞാൻ ഈ കോച്ചൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് കണ്ടത് ഞങ്ങൾക്ക് നിൽക്കേണ്ടത് D1 9-ലായിരുന്നു. പക്ഷെ ഞങ്ങൾ നിന്നത് 14-ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും വേഗം എത്തി. അപ്പം തന്നെ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറി. എവിടെ എത്തി? കണ്ണൂരെത്തി കേട്ടോ. കണ്ണൂരെത്തി. നമ്മൾ കോഴിക്കോട് എത്തി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും മേടിച്ചു തരുമോ? ഷൊർണൂരിലും ഒരു എനിക്ക് വിശന്നിട്ട് വയ്യ. ഇന്ന് രാവിലെ 4 മണിക്ക് എണീറ്റ് എനിക്ക് വിശക്കുന്നു. ഞാൻ ഉഴുന്നുവട മേടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഉഴുന്നുവട കിട്ടി. ഉഴുന്നുവട കിട്ടി. നമ്മളിപ്പോ
ഷൊർണൂർ കഴിഞ്ഞു കേട്ടോ. ഷൊർണൂരിൽ നിന്ന് ഞങ്ങള് പിന്നെ എന്താ ഷൊർണൂരിൽ നമ്മൾ കഴിച്ചത്? ഷൊർണൂരിൽ നമ്മൾ കഴിച്ചത് ഉഴുന്നുവടയും ചായയും. ഉഴുന്നുവടയും ചായയും കഴിച്ചു. പിന്നെ ഞങ്ങള് ഫസ്റ്റ് ടൈമാണ് റെയിൽവേയുടെ ഫുഡ് ബുക്ക് ചെയ്യുന്നത് ഉച്ചക്കത്തേനുള്ള. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈമാണ്. എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഫുഡ് വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ. നല്ല മഴയൊക്കെ വരുന്നുണ്ട്, മഴക്കാറുണ്ട് നല്ലോണം. ആലുവ എത്തുമ്പോൾ ഫുഡ് വരും 12:55 ആകുമ്പോൾ. ഓക്കെ, നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഫുഡ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആലുവ എത്തിയപ്പോൾ കൃത്യം നമ്മുടെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി റൈസും അമ്മയും അച്ചാച്ചനും ഒരു മീൽസും ആയിരുന്നു വാങ്ങിയിരുന്നത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും സൂപ്പറായിരുന്നു. പക്ഷെ നമ്മുടെ 18-ാം നമ്പറിൽ ആൾ വന്നതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. എന്നാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് ഇഷ്ടപ്പെട്ടു. കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ കൂടി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരുവല്ല എത്തി കേട്ടോ. തിരുവല്ല സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ കുറേ സമയം സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ തപ്പി നടക്കുമായിരുന്നു. ഓട്ടോക്കാരൊക്കെ വരുമെങ്കിലും ആരും സ്റ്റാൻഡിലേക്ക് പോയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ തപ്പി ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ. ഞങ്ങളൊരു 4:30 ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ചായക്ക് പറഞ്ഞു കൂടെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു മസാല ദോശയാട്ടോ പറഞ്ഞ്. ഞാനും അമ്മയും കൂടെ ഒരു മസാല ദോശ കഴിച്ചു, അച്ഛനും ഒരു മസാല ദോശ കഴിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ആയിരുന്നു കേട്ടോ. അങ്ങനെ മസാല ദോശയും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമുക്ക് പോകേണ്ടത് ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു. അപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകണമായിരുന്നു. പക്ഷേ നമ്മളെ കൊണ്ടുവിട്ടത് KSRTC സ്റ്റാൻഡിലേക്കായിരുന്നു. പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറി കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഓട്ടോയിലാണ് കയറിയത്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. ഓട്ടോയിൽ കയറി ഞങ്ങൾ നേരെ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ വയ്യാണ്ടായിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് പ്രായമുള്ള അമ്മയാണ്. അപ്പോൾ നമുക്ക് അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പഴയ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറയുമ്പോൾ അമ്മയ്ക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ അമ്മ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു. കൂടെയുള്ളത് അമ്മയുടെ മോളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറേ സമയം അമ്മയോട് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ പഴയ കാലത്ത് നടന്ന ഓരോരോ കഥകൾ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്മ. ഇത് കണ്ട ഞങ്ങളുടെ ഗൗരിയമ്മേനെ പോലെ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ബസ്സിൽ കയറി. ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. പകുതി വഴി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴെത്തി നിൽക്കുന്നത് പത്തനംതിട്ടയാണ് ഗോയ്സ്. പത്തനംതിട്ട. അമ്മ എവിടെ പോവാ? ഏത് കടയിൽ? അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട എത്തി ഗായ്സ്. പത്തനംതിട്ട എത്തി. ഞങ്ങൾ ഇപ്പം സമയം ഏകദേശം 7:30 ആയി. 7:30 ആയപ്പോൾ 7:30 ആയതേ ഉള്ളൂ കേട്ടോ. 7:30 ആയപ്പോൾ ഞങ്ങൾ പത്തനംതിട്ട എത്തി. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞില്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. വലിയ സർപ്രൈസ് ഒന്നും അല്ല, എന്നാലും നമുക്ക് വഴിയെ കണ്ടാൽ പോരെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ബാക്കി നാളെ എങ്ങോട്ടാ പോകുന്നതെന്ന് നാളെ കാണാം അല്ലേ. ബൈ, സീ യു.